ഹായ്. ഇപ്പൊ ചക്ക സീസണൊക്കെ അല്ലേ. ഞാൻ കുറേ ചക്കയുടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ചക്കക്കുരു കേടാകാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ, കുറച്ച് നാൾ ഇരിക്കാനായിട്ടെന്ന് ചോദിച്ചു. ഫ്രിഡ്ജിന്റെ അകത്ത് എങ്ങനെ നമ്മൾ വെച്ചെന്ന് പറഞ്ഞാൽ 5ഉം 6ഉം കവറിലൊക്കെ കെട്ടി വെച്ചിട്ട് തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു വെള്ളമയം പോണൊക്കെ പിടിച്ചിട്ട് പകുതി മുക്കാലും കുരു കേടായി പോകുന്ന അതിനോട് പറഞ്ഞത്. അതിന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴല്ലേ ഫ്രിഡ്ജൊക്കെ ആയത്, ഞങ്ങളുടെ ഇടുക്കിയിൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ചക്കയുടെ കാലമായിട്ടുണ്ട്. കുറേ ചക്ക വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും വള്ളിക്കൊട്ടയുണ്ടല്ലോ, മറ്റേ ചൂറക്കൊട്ടയൊക്കെ, അതിൻ്റെ അകത്തോട്ടിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ചക്ക ഇങ്ങനെ മുക്കിപ്പൊക്കി ഇങ്ങനെ എടുത്തിട്ട് വെയിലത്തിട്ട് ഉണങ്ങി, ഈ വാട്ടുകപ്പയൊക്കെ പോണക്ക് ഇത് വെയിലത്തിട്ട് ഉണങ്ങി നമ്മൾ കെട്ടി ഭദ്രമായിട്ട് വെക്കും. അപ്പോൾ ഈ കുറേ ചക്കയൊക്കെ നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഒത്തിരി ചക്കക്കുരു ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചക്ക പുഴുങ്ങണം, ഈ വാട്ടിയ ചക്ക പുഴുങ്ങണമെങ്കിൽ നന്നായിട്ട് ചക്കക്കുരുവും ചേർക്കണം. അപ്പോൾ ഈ ചക്കക്കുരു മുഴുവനും കൂടെ എടുത്തിട്ട് നമ്മുടെ ഇഷ്ടികയില്ലേ, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഈ പച്ചക്കട്ടയെന്ന് പറയും, ഇതുപോലത്തെ പച്ച മണ്ണ് കുഴച്ച് ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടിയാപ്പെട്ടിക്കകത്ത് മണ്ണിട്ട് നിറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കട്ട ഉണ്ടാക്കും. ആ കട്ട കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് വീടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അതെന്നാ കാണിക്കുന്നത്, ഏതേലും ഒരു മുറിയുടെ മൂലയിൽ ഇതങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ മൂലയോക്ക് മൂല ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കട്ട ഇങ്ങനെ കെട്ടി അങ്ങ് പോകും. ചുമ്മാ ഒരു കട്ടയുടെ മുകളിൽ ഇങ്ങനെ വെക്കും. എന്നുവെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അടിയിൽ നല്ല ഉണങ്ങിയ മണ്ണ്, പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം, ആലപ്പുഴയിലെ മണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണൽത്തരികളാണ്, ഭിത്തി തേക്കണം. അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ചക്കക്കുരു മുഴുവൻ കേടായി പോകും കേട്ടോ. ഇതേ ഞങ്ങളുടെയൊക്കെ അവിടുത്തെ കൂട്ടി ഈ കൂട്ടി ചുമന്ന മണ്ണ് വേണം, ചുമല മണ്ണോ കറുത്ത മണ്ണോ, അവനവൻ്റെ നാട്ടിൽ ഏതാണോ ഉള്ളത് മണലൊഴിച്ച് ബാക്കി ഏത് മണ്ണിലും ഇടാം. എന്നുവെച്ചിട്ട് ആദ്യമേ ഒരു ലെയർ മണ്ണിടും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ ഇപ്പം അങ്ങനെ കട്ടയൊന്നും ഇല്ല കെട്ടാൻ, അതുകൊണ്ട് ഇതേ ഞാൻ ഇതുപോലൊരു ബേസനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ആദ്യമേ കുറച്ച് മണ്ണ് ഇതുപോലെ ഇത് അടിയിലോട്ട് ഇടും. എന്നിട്ട് ഇങ്ങനെയൊന്ന് കൈ കൊണ്ട് നിരത്തി, എന്നിട്ട് ഇതുണ്ടോ ചക്കക്കുരു എടുത്ത് വെച്ചേക്കുന്നത്, എന്നിട്ട് ചക്കക്കുരു ഇങ്ങനെയൊന്ന് നിരത്തി ഒറ്റയടിക്ക് ഒത്തിരി ചക്കക്കുരു വിടരുത്. എന്നിട്ട് ഇങ്ങനെയൊന്ന് ലെവൽ ചെയ്തിട്ട് വീണ്ടും മണ്ണെടുത്തിടണം. എന്നിട്ട് ഇങ്ങനെ നിരത്തി വീണ്ടും നമ്മൾ കുരു വിടണം. ഇതിൻ്റെ അകത്തൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, വെട്ടുകൊണ്ട കുരു, അതായത് മുറിഞ്ഞ കുരുവില്ലേ, ആ മുറിഞ്ഞ കുരുവും കേടുള്ള കുരു ഒന്നും ഇടരുത്. അതുണ്ടെങ്കിലുണ്ടല്ലോ ആ കുരു കൂടെ കിടന്ന് മറ്റുള്ള കുരുവും കൂടെ കേടായി പോകും. അതെല്ലാം മാറ്റിയിട്ട് നല്ല കുരു വേണം എടുക്കാനായിട്ട്. അടുത്ത ലെയർ ചക്കക്കുരു ഇട്ടു. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കണം അതിൻ്റെ പുറത്ത്. അപ്പം ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണേലും ചക്കക്കുരു ഇടാൻ പറ്റും. ഈ വർഷം ഇടുന്ന ചക്കക്കുരു അടുത്ത വർഷം ചക്കയും ചക്കക്കുരു ആയാലും കേടാകത്തില്ല കേട്ടോ. അപ്പം ഒറ്റ കാരണവശാൽ ഇതിൽ വെള്ളമയം ഒന്നും വീഴരുത്. വെള്ളം എന്ന് പറഞ്ഞ സാധനം വീണിട്ടുണ്ടെങ്കിൽ അന്നേരം ഇത് കേടാക്കും. എവിടെയാണ് ഭദ്രമായിട്ട് എടുത്തങ്ങ് മാറ്റി അങ്ങ് വെച്ചേക്കണം. ആവശ്യം വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു അരിയിൽ ഇങ്ങനെ മാന്തി ഇങ്ങനെ കുരു കാണുമ്പോൾ ഉണ്ടല്ലോ, കേടില്ലാത്ത കുരു കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ചക്ക വാട്ടി ഉണങ്ങുക മാത്രമല്ല കേട്ടോ ചെയ്യാവുന്നേ. ഇപ്പം പച്ചച്ചക്ക ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട്, നല്ല പച്ചച്ചക്ക ഇങ്ങ് പറിച്ചുകൊണ്ട് വന്നിട്ട് അരിഞ്ഞ്, നല്ല വെയിലല്ലേ, വെയിലത്തോട്ടിട്ട് അങ്ങോട്ട് ഉണങ്ങിയെടുക്കണം. എന്നിട്ട് കുറച്ചങ്ങോട്ട് പൊടിച്ചൊക്കെ അങ്ങ് വെക്കണമെന്നേ. അപ്പം ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുമ്പോഴും പുട്ടുണ്ടാക്കുമ്പോഴും ഒക്കെ അതിൻ്റെ അകത്ത് അങ്ങ് ചേർത്തിളക്കി അങ്ങോട്ട് ഉണ്ടാക്കണമെന്നേ. പിന്നെ നമ്മൾ അവിയൽ വെക്കത്തില്ലേ, അവിയലിൻ്റെ അകത്തൊക്കെ ഒരു 5-6 ഇങ്ങനെ വാരി അങ്ങ് ഇടണം നമ്മൾ കറി വെക്കുമ്പോൾ. പിന്നെ ഇത് പുഴുങ്ങി തിന്നാനും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കണമെന്നേ, ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ. അപ്പം എല്ലാവരും പരീക്ഷിക്കണം. ഈ ചക്കക്കുരു ഇങ്ങനെ ഇടുന്നതിൻ്റെ പേരെല്ലാവർക്കും അറിയാലോ. ഞങ്ങൾ പറയുന്നത് ചക്കക്കുരു മൂടക്കിടുക എന്ന് പറയും. പിന്നെ ഈ വാട്ടി ഉണങ്ങിയ ചക്കയ്ക്കകത്തുണ്ടല്ലോ, നമ്മൾ പുഴുങ്ങുമ്പോഴേ അത്യാവശ്യം നല്ലോണം ചക്കക്കുരു ചേർത്തെങ്കിലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ മൂടച്ചക്കക്കുരു ഇടുന്നത്. പിന്നെ ഇത് വെച്ച് മെഴുക്ക് പുരട്ടി വെച്ചാൽ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇത് നല്ല മഴക്കാലമായിട്ടുണ്ട്. ഇത് എടുത്തിട്ടുണ്ടല്ലോ ഓട്ടിയട്ടിയിലിട്ടിട്ട് വറക്കണം. വറുത്തിട്ട് ഒരു ചെറിയ ചാക്കിൻ്റെ അകത്തിട്ട് ഇങ്ങനെ തല്ലി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ബലത്തിനങ്ങ് തല്ലരുത്, പൊട്ടിപ്പോകാൻ കണക്കിന്. അപ്പം ഇതിൻ്റെ പുറത്തെ തൊലിയും പിന്നെ അകത്തൊരു ചുമപ്പ് കളറുള്ള ചെത്തലില്ലേ, അതുമെല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ട് പല്ലിമുട്ട പോണക്കിരിക്കും. എന്നിട്ടത് മുറത്തിലിട്ട് വീശി കളഞ്ഞിട്ട് തേങ്ങാക്കൊത്തും കൂട്ടി തിന്നണം. എൻ്റെ പൊന്നോ എന്നാ ടേസ്റ്റാന്ന് പറയാം, എന്നാ മധുരവാ. അതുപോലെ തന്നെ അങ്ങനെ വറുത്തെടുത്ത് തല്ലി തൊണ്ട് കളഞ്ഞ ചക്കക്കുരുവില്ലേ, നമ്മുടെ ഉരലിൻ്റെ അകത്തിട്ട്, ഇപ്പം ആരും ഉരൽ ഉപയോഗിക്കുന്നില്ലല്ലോ, മിക്സിയിലോട്ട് ഒന്നിട്ടിട്ട്
പയ്യെ ഒന്ന് കറക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ പുട്ടുപൊടിയുടെ ഒക്കെ പരുവമില്ലേ, ചെറിയ തരിതരിപ്പോട് കൂടി അങ്ങനെ പൊടിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ശകല ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങയും ചിരണ്ടിയിട്ട് ലേശം ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ, ഇളക്കി കഴിച്ചു കഴിഞ്ഞാൽ ആവലോസ് പൊടി മാറി നിൽക്കും. ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം വേറെ ഒന്നുമില്ല. എല്ലാവരും ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കി എന്ന് ഉള്ളത് കമൻറ്റും ചെയ്തേക്കണം. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.